morning, saints. Or good afternoon by 2 minutes. So this is our second message concerning spiritual gifts. ആത്മീക വരങ്ങളെക്കുറിച്ചുള്ള രണ്ടാമത്തെ സന്ദേശമാണ് ഇന്ന് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. Open with Ephesians chapter 4. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. And we'll quickly give a review of the things we covered last night. കഴിഞ്ഞ രാത്രിയിൽ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ നൽകുവാൻ ആഗ്രഹിക്കുന്നു. In Ephesians 4, Paul states what spiritual gifts are and what their purpose is. എന്താണ് ആത്മീക വരങ്ങൾ എന്നുള്ളതും അവയുടെ പ്രയോജനം എന്താണ്, അവയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പൗലോസ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. Chapter 4, verse 7 and 8, he writes, "But to each one of us was given according to the measure of Christ's gift. Therefore, it says, when he ascended on high, he led captive a host of captives, and he gave gifts to men." എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. And then in verse 13, he says, "This is given until we all attain to the unity of the faith and for the knowledge of the Son of God, to a mature man, to the measure of the stature which belongs to the fullness of Christ." ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി കൊടുത്തിരിക്കുന്നു ആത്മീക വരങ്ങൾ. The Lord Jesus has given gifts to us in his church so that we might all be built up together to the fullness of the stature of Christ. കർത്താവായ യേശു ക്രിസ്തുവിലേക്കുള്ള ആ പൂർണ്ണതയിലേക്ക് നമുക്ക് വിശ്വാസികൾക്ക് ഒരുമിച്ച് വളരുവാനും പരസ്പരം നമ്മൾ എൻകറേജ് ചെയ്യുവാൻ വേണ്ടിയാണ് ആത്മീക വരങ്ങളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. And we consider from our familiarity with gift givings, usually gifts are given on a specific occasion. നമ്മുടെ ഒക്കെ പരിചയത്തിൽ നമുക്കറിയാം, നമ്മൾ ഒരാൾക്കൊരു കാര്യം ദാനം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന പ്രത്യേക സന്ദർഭങ്ങളിലാണ്. Paul invites us here to consider the occasion on which Christ gives us gifts. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആത്മീക വരങ്ങളെ തന്നതിൻ്റെ ആ സന്ദർഭം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു. And the pattern we identify from Scripture is gifts are given when a champion achieves victory over the enemies of his people. ശത്രുവിൻ്റെ മേൽ വിജയം കൊണ്ടാടുന്ന ഒരു വ്യക്തിക്കാണ് ആ സന്ദർഭത്തിലാണ് ആത്മീയ വരങ്ങളെ അല്ലെങ്കിൽ ദാനങ്ങളെ നൽകുന്നത്. Christ has accomplished a great victory, and the gifts he gives us are the rewards from that victory. കർത്താവായ യേശു ക്രിസ്തു വലിയ ഒരു വിജയം കൈവരിച്ചത് മുഖാന്തരം ആ വിജയത്തെ ഓർപ്പിക്കുന്ന ആ സന്ദർഭത്തിലാണ് ദൈവം നമുക്ക് ആത്മീക വരങ്ങളെ നൽകുന്നത്. And I'll remind you of the portions of Scripture from which we extracted this idea. ഈ ആശയം എവിടെ നിന്നാണോ എടുത്തിരിക്കുന്നുള്ള ആ വേദഭാഗങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. For the full details, you can watch the meeting from last night. ഇന്നലെ രാത്രിയിലത്തെ മീറ്റിംഗിന്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. In Ephesians 4 verse 8, Paul is quoting from Psalm 68. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പൗലോസ് 68-ാം സങ്കീർത്തനമാണ് ഉദ്ധരിക്കുന്നത്. Psalm 68 describes the arrival of the presence of God in Jerusalem. 68-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം യെരൂശലേമിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. The closest historical period we can connect this to is 2 Samuel chapter 6. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ശമൂവേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായമായിട്ടാണ് നമുക്കിത് ഏറ്റവും അധികം ബന്ധിപ്പിക്കാവുന്നത്. David brings the ark to Jerusalem. നിയമപെട്ടകം ദാവീദ് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. And it seems to be the time in which God's promise to establish a dwelling place for his name is fulfilled at that time. ദൈവത്തിന്റെ തിരുനാമത്തിനു വേണ്ടി നിത്യമായ ഒരു വാസസ്ഥലം ഒരുക്കുന്ന ആ പ്രക്രിയ ആ സമയം യെരൂശലേമിൽ നടക്കുന്ന സന്ദർഭത്തിലാണ് ഇതൊക്കെയും നടക്കുന്നത്. And Psalm 68 seems to be describing this moment using language borrowed from the beginning of Israel's journey in the wilderness. ഇസ്രായേൽ മക്കളുടെ അവരുടെ മരുഭൂപ്രയാണത്തിന്റെ ആരംഭത്തിൽ
ഉള്ള ആ ചരിത്രമെടുത്ത് അതിൽ നിന്ന് വാക്കുകൾ എടുത്താണ് ഈ 68-ാം സങ്കീർത്തനത്തിൽ ദൈവ സാന്നിധ്യം യെരൂശലേമിലേക്ക് വരുന്നതിനെ കുറിച്ച് പറയുന്നത്. So the ark has arrived in Jerusalem. നിയമപെട്ടകം ഇതാ യെരൂശലേമിൽ എത്തിയിരിക്കുന്നു. The ark first began its journey in the book of Numbers. സംഖ്യാപുസ്തകത്തിലാണ് നമ്മൾ നിയമപെട്ടകത്തിന്റെ യാത്രയുടെ ആരംഭം നമ്മൾ കാണുന്നത്. And it began its journey when Moses made a loud proclamation. മോശ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ നിയമപെട്ടകത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. And it's that proclamation with which Psalm 68 begins. ആ 68-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് മോശ ആ സന്ദർഭത്തിൽ നടത്തിയ ആ വലിയ പ്രഖ്യാപനത്തോടു കൂടിയാണ്. You remember the children of Israel came out of Egypt. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ പുറത്തേക്ക് വന്നു. They came to Mount Sinai. അവർ സീനായി പർവ്വതത്തിലേക്ക് വന്നു. There God met with them and gave to them his instructions. ദൈവം അവരെ അവിടെ വെച്ച് കണ്ടുമുട്ടി അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ദൈവം നൽകി. The summary verse of this instruction is Exodus 25 verse 8. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപം കൊടുത്തിട്ടുണ്ട്. The verse we saw on the screen, let them construct a sanctuary for me that I might dwell among them. അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന് അവർ എനിക്ക് വേണ്ടി ഒരു കൂടാരം പണിയട്ടെ, ഒരു വാസസ്ഥലം പണിയട്ടെ. From Exodus 19 they arrive at Mount Sinai. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അവിടെ വരുമ്പോൾ അവർ സീനായി പർവ്വതത്തിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. Then onwards in scripture is the Lord giving instructions to them. അവിടെ വെച്ചാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നത്. And it's only in Numbers chapter 10 they begin to move again. പിന്നീട് നമ്മൾ കാണുന്ന സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ അവർ യാത്ര തുടരുകയാണ്. And the words that Moses speaks on that day are the same words as Psalm 68 verse 1. അതേ ദിവസം മോശ പ്രഖ്യാപിച്ച അതേ വാക്കുകളാണ് 68-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. Let's read those words. Psalm 68 verse 1 reads, "Let God arise, let his enemies be scattered, and let those who hate him flee before him." ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. So the movement of God and his people is a movement unto battle. ദൈവവും അതോടൊപ്പം ദൈവം തന്റെ ജനത്തെ അവിടെ ആഹ്വാനം ചെയ്യുന്നത് ഒരു യുദ്ധത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. In Psalm 68, David seems to be saying this is an important moment in the history of Israel. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു. In one sense, the ark has reached God's intended resting place. ദൈവം ഉദ്ദേശിച്ച ആഗ്രഹിച്ച സ്ഥലത്ത് നിയമപെട്ടകം എത്തിച്ചേർന്നിരിക്കുന്നു. But the battle is not yet complete. എന്നാൽ അവരുടെ യുദ്ധം അവിടെ കഴിഞ്ഞിട്ടില്ല. And so Psalm 68 begins with this same call for God to arise in battle. അതുകൊണ്ട് 68-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഈ യുദ്ധത്തിലേക്ക് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. And throughout this psalm, David is describing God as a victorious king who is leading his congregation into the throne room. ഇതാ സിംഹാസനത്തിലേക്ക്, അതായത് രാജാവായ ദൈവം തൻ്റെ ജനത്തെ വിജയത്തിലേക്കും സിംഹാസനത്തിലേക്കും നയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. We see in verse 17, there are myriads and thousands of thousands with the Lord's company. 17-ാം വാക്യത്തിൽ പറയുന്ന അവിടെ ദൈവത്തിന്റെ രഥങ്ങൾ ആയിരം കോടിയുമാകുന്നു. In verse 24, this procession of God is into the sanctuary. ഇതാ അവിടെയുള്ള വിശുദ്ധ മന്ദിരത്തിലേക്ക് ദൈവം ഈ വലിയ ജനക്കൂട്ടമായിട്ട് രാജാവായ ദൈവം പ്രവേശിക്കുകയാണ്. God the king is accompanied by a countless multitude into the sanctuary. രാജാവായ ദൈവം വലിയ ഒരു പുരുഷാരത്തിന്റെ സഹായത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. And it's in the context of this victory arrival we see the king giving gifts to his people. അപ്പോൾ ഈ വലിയ വിജയഭേരി മുഴക്കിക്കൊണ്ടുള്ള ഈ പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിലാണ്
ഈ രാജാവ് ആയ ദൈവം ഇവിടെ അനേക ദാനങ്ങളെ നൽകുന്നത് കാണുന്നത്. We saw the pattern for how this giving takes place among the children of Israel. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ എങ്ങനെയാണ് ഈ ദാനങ്ങളെ കൊടുക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേക രീതി നമ്മൾ കണ്ടു. We saw that God oftentimes calls upon us to give to him. പലപ്പോഴും നമ്മൾ അവിടെ ചിന്തിച്ച ഒരു കാര്യം, പലപ്പോഴും ദൈവം നമുക്കൊരു ക്ഷണം നൽകും മറ്റുള്ളവർക്ക് ദാനങ്ങളെ നൽകുവാൻ. These are the opening verses of Exodus 25. ഇതാണ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കുകൾ. But the things which the Lord receives from us, he uses to give us himself. നമ്മൾ ദൈവത്തിന് എന്തൊക്കെ ദാനം എന്തായിട്ട് കൊടുക്കുന്നോ ആ കാര്യങ്ങളൊക്കെയും വീണ്ടും നമ്മളെ ഉയർത്തേണ്ടതിനും നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നു. This is the greatest exchange possible. We give whatever we can to receive the fullness of God. ഏറ്റവും നല്ലൊരു എക്സ്ചേഞ്ച് പ്രക്രിയയാണ്. കാരണം നമ്മൾ എന്ത് ദൈവത്തിന് കൊടുക്കുന്നോ അത് 10 മടങ്ങായിട്ട് നമ്മളിലേക്ക് വരികയും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. And this receiving of the fullness of God seems to be what Paul has in mind when he talks about the use of our spiritual gifts. അതുകൊണ്ട് ആത്മീക വരങ്ങളെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ പൗലോസിന്റെ മനസ്സിലുള്ള ദൈവത്തിന്റെ ആ ദൈവം നമുക്ക് നൽകുന്ന ആ അനുഗ്രഹവും അതിലൂടെ ദൈവത്തിന്റെ പൂർണ്ണതയുമാണ് താൻ ഊന്നി പറയുന്നത്. Now, as we are looking in Psalm 68, we are going to see how we connect to these gifts that are given to us. 68-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ആത്മീക ദാനങ്ങളും ആത്മീക വരങ്ങളുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണെന്ന് അവിടെ കാണുന്നു. The first basis upon which these gifts are given is our relationship to the victor. ആദ്യമായിട്ട് ഇതിലെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്ന ആരാണോ വിജയിച്ചു വന്നിരിക്കുന്ന ആ രാജാവുമായിട്ട് നമുക്കുള്ള ബന്ധത്തെ ആസ്പദമാക്കിയാണ്. Psalm 68 verse 18 speaks of you receive gifts among men. 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. Here in Psalms, in the Old Testament, it says, you received gifts among men. ഇതാ മനുഷ്യരോട് കാഴ്ച അല്ലെങ്കിൽ ദാനങ്ങളെ നീ വാങ്ങിയിരിക്കുന്നുവെന്ന് 18-ാം വാക്യത്തിൽ പറയുന്നു. In the New Testament, Paul writes, you gave gifts among men. പൗലോസിന്റെ ലേഖനങ്ങളിൽ എഫേസ്യൻ ലേഖനങ്ങൾ വായിക്കുന്ന നീ മനുഷ്യർക്ക് ആത്മീക വരങ്ങളെ കൊടുത്തു എന്ന് വായിക്കുന്നു. Did Paul maybe get a bad copy of the Bible? ഈ വ്യത്യാസം കൊണ്ട് പൗലോസിന് കിട്ടിയ ആ തിരുവെഴുത്ത് എന്ന് പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും പെശക് പറ്റിയതാണോ? Maybe he's using a bad translation. ഒരുപക്ഷെ തെറ്റായ ഒരു തർജ്ജിമയാണോ ഉപയോഗിക്കുന്നത്? He intends for us to notice this seeming discrepancy. ഈ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. The resolution of these things is the thing Paul is trying to make us notice. ഇതാ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വെച്ച് നമുക്ക് തന്നെ അതിൽ ഒരു പൂർണ്ണതയിൽ വരണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. Just as the people of Israel gave in the wilderness for the constructing of the sanctuary, so also the king receives from his people. ഇസ്രായേൽ മക്കള് അവിടെ ആ വിശുദ്ധ മന്ദിരം പണിയുന്നതിലേക്ക് അവർ അനേക ദാനങ്ങളെ കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ രാജാവ് ആ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ നിന്ന് ദാനങ്ങളെ സ്വീകരിക്കുന്നു. And just as God gave the children of Israel in the wilderness the fullness of himself, so also this king will give back to his people. ദൈവം തന്റെ പൂർണ്ണതയിൽ നിന്ന് അവിടെയുള്ള ഇസ്രായേൽ മക്കൾക്ക് ദാനങ്ങളെ കൊടുത്തതുപോലെ ഈ രാജാവ് തന്റെ പൂർണ്ണതയിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനങ്ങളെ കൊടുക്കുന്നു. So Paul seems to have this understanding that everything we give to the Lord is for our gain. അതുകൊണ്ട് പൗലോസിന്റെ മനസ്സിലുള്ള ചിത്രം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നോ അതെല്ലാം നമ്മുടെ തന്നെ അനുഗ്രഹത്തിനായി തീരണമെന്നുള്ളതാണ്. And if we might make one new application this morning, it should be on this idea. ഈ ഒരു പ്രത്യേക ആശയം നമ്മളൊന്ന് പ്രായോഗികമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Sometimes we cling so tightly to the things in our possession. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വസ്തുവകളൊക്കെ നമ്മൾ വളരെ മുറുകെ പിടിക്കാറുണ്ട്. Sometimes we fail to give to God because we conceive of it as a loss. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ മടി കാണിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുമല്ലോ എന്ന ചിന്തയിലാണ്. But if you understand who our God is, you understand it is impossible to give to God without simultaneously gaining.
നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നാം എന്തുമാത്രം കൊടുത്താലും അതിൻ്റെയൊക്കെ കൂടുതൽ വർധനവ് അത് നമ്മുടെ ജീവിതത്തിൽ അത് വർദ്ധിച്ചു മാത്രമേ വരൂ, ഒരിക്കലും നഷ്ടമായി പോവുകയില്ല. You'll remember in the Gospels, the rich young ruler went away sad because he had many possessions. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്ന ധനികനായ മനുഷ്യന് വളരെ നിരാശപ്പെട്ട് മടങ്ങിപ്പോയി, കാരണം തനിക്ക് ഒത്തിരി വസ്തുവകകൾ ഉണ്ടായിരുന്നു. And the Lord Jesus said it's hard for the rich to give away their possessions. കർത്താവോടെ വളരെ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ധനികരായ ആളുകൾക്ക് അവർക്കുള്ള വസ്തുവകളൊക്കെ, ഭൗതിക വസ്തുക്കളൊന്നും വിട്ടുകൊടുക്കാൻ വളരെ വിഷമമാണ്. Simon Peter said, Lord, we've left behind everything to follow you. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ടാണ് നിന്നെ അനുഗമിക്കുന്നത്. And the Lord Jesus says to him, കർത്താവ് എന്താണ് ശിമോൻ പത്രോസിനോട് പറഞ്ഞത്? Everyone who gives to him, it will be given many times in return in this age and in the age to come, eternal life. അങ്ങനെ വിട്ടിട്ട് പോയവർക്ക് ഈ ജീവിതത്തിൽ അനേകം മടങ്ങ് കിട്ടുന്നു മാത്രമല്ല, നിങ്ങൾക്ക് വരുവാനുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നിത്യജീവനും നിങ്ങൾ അവകാശികളാവും. It is certainly true that we will be rewarded from the Lord in the next age. അടുത്ത നമ്മുടെ ജീവിതത്തിൽ നിത്യതയിൽ തീർച്ചയായിട്ടും കർത്താവിൽ നിന്ന് വലിയ പ്രതിഫലങ്ങൾ നമ്മൾ പ്രാപിക്കും എന്നുള്ളത് സത്യമാണ്. But the promises of God are not only for the age to come. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇനി വരുവാനിരിക്കുന്ന നിത്യതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. God's promises are that all that we give to him will be given to us in return in this age. നാം ദൈവത്തിന് വേണ്ടി എന്തൊക്കെ കൊടുക്കുന്നോ അതിന്റെ പൂർണ്ണ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് ഈ ജീവിതത്തിലും കൂടെയാണ്, ഈ സമയത്തും കൂടെയാണ്. And it's because we do not serve a poor, poverty-stricken king. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ സേവിക്കുന്നത് ദരിദ്രനായ പാമരനായ ഒരു രാജാവിനെ അല്ല. And we ought to make sure we're not sounding too much like a prosperity gospel. ഒരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, പ്രോസ്പെരിറ്റി ഗോസ്പൽ അഭിവൃദ്ധിയുടെ ഒരു സുവിശേഷത്തിന്റെ ആ തലങ്ങളിലേക്ക് നാം പോകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. And the right understanding of these things comes to us when we rightly understand the gifts God has given to us. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ നമുക്കുണ്ടാകുന്നത് ദൈവം നമുക്ക് ദൈവമാണ് ദാനങ്ങളെ നൽകുന്നത് എന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തിലായിരിക്കണം. Everything we can possibly give to God, he gives us an infinite return on those things through the giving of his spiritual gifts. നമുക്ക് ദൈവത്തിന് എന്തുമാത്രം കാര്യങ്ങൾ കൊടുക്കാമോ ആ കാര്യങ്ങൾക്ക് അനേക മടങ്ങ് തിരിച്ച് ആത്മീകമായ ദാനങ്ങളാൽ ദൈവം നമുക്ക് നൽകും. And so spiritual gifts are not only abilities and responsibilities, they are a great reward from God. അതുകൊണ്ട് ആത്മീക വരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ചില ഉത്തരവാദിത്തങ്ങളും ചില കടമകളും മാത്രമല്ല, ദൈവത്തിൽ നിന്ന് ഒരു വിശ്വാസി തിരിച്ച് സ്വീകരിക്കുന്ന, അനേക മടങ്ങ് സ്വീകരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൂടിയാണ്. And before we illustrate some of these things, there are a few questions we need to answer. ഈ കാര്യങ്ങൾ തുടർന്ന് പഠിക്കുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. The first we have been asking, to whom are these gifts given? ആർക്കാണ് ഈ ദാനങ്ങളെ കൊടുത്തത് എന്ന് നമ്മൾ ചിന്തിച്ചു. Those who have a right relationship to this victor. ഈ വിജയാളിയായ ഈ രാജാവുമായിട്ട് ശരിയായ ഒരു ബന്ധം ഉള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ മാത്രമേ ഇത് പ്രായോഗികമാകുകയുള്ളൂ. If you do not have a right relationship to the Lord Jesus Christ, forget about gifts. കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ശരിയായ ഒരു ബന്ധം നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ആത്മീക വരങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. It is the Lord Jesus Christ who gives us these gifts. കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് ഈ സകല ആത്മീക വരങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നത്. And so before anything else, you make sure your relationship is correct. അതുകൊണ്ട് എല്ലാറ്റിനും മുന്നോടിയായിട്ട് ആദ്യം ചെയ്യേണ്ടത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ദൃഢമാണെന്ന് ഉറപ്പുവരുത്തണം. It's why Psalm 2 says, kiss the Son so that he not become angry and you perish in the way. അതുകൊണ്ടാണ് രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുവിൻ. If you do not have the right relationship to the Son, all that awaits you is judgment.
കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ദൈവപുത്രനുമായിട്ട് ശരിയായ ദൃഢമായ ഒരു ബന്ധമില്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തവരെ കാത്തിരിക്കുന്നത് നിത്യ ന്യായവിധിയാണ്. The Lord Jesus Christ has something to give to every single person. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആത്മീകമായ അനുഗ്രഹങ്ങൾ നൽകുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പക്കലുണ്ട്. Either the fullness of his wrath in judgment or the riches of his blessings in his gifts. ഒന്നുകിൽ ദൈവത്തിന്റെ പൂർണ്ണതയുള്ള ഉഗ്രകോപവും ന്യായവിധിയും, അല്ലെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആത്മീക വരങ്ങൾ. So the first question to answer is, to whom are these gifts given? Those with the right relationship. അതുകൊണ്ട് ആർക്കാണ് ഈ ആത്മീക വരങ്ങളെ നൽകിയിരിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ശരിയായ ബന്ധമുള്ളവർക്ക് മാത്രം. And we should make absolutely clear the second question. രണ്ടാമത്തെ ചോദ്യം വളരെ വ്യക്തമായിട്ട് നാം ചോദിക്കുകയും ഉത്തരം കണ്ടെത്തേണ്ടതുമാണ്. What is this victory which the Lord Jesus Christ won? കർത്താവായ യേശു ക്രിസ്തു കൈവരിച്ച ഈ വിജയത്തിന്റെ പ്രത്യേകത എന്താണ്? And scriptures are emphatic on this point. ഈ പ്രത്യേക പോയിന്റിനെ ദൈവവചനം വളരെയധികം ഊന്നി പറയുന്നുണ്ട്. This is the victory of the Lord Jesus Christ over death itself. മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള സകല കാര്യങ്ങളിന്മേലുള്ള വിജയത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. You can write down for your notes Colossians chapter 2 verse 13 through 15. നോട്ടുകൾ എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. We won't take the time to read it, but Paul speaks about the forgiveness of our sins and transferring us to the kingdom of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലേക്ക് നമ്മളെ നീക്കുകയും നമ്മുടെ പാപങ്ങൾക്കുള്ള പരിപൂർണ മോചനത്തെക്കുറിച്ച് നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്നതായിട്ട് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. This is why in 1 Corinthians chapter 15 we read the song in mockery of death itself. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലെ മരണത്തെ നോക്കി ഒന്ന് പരിഹസിക്കുന്ന നിലയിൽ ഒരു പദ്യം നമ്മൾ വായിക്കുന്നത്. Paul writes, then will come about the saying, O death, where is your sting? ഹേ മരണമേ നിന്റെ വിജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പൗലോസ് ചോദിക്കുകയാണ്. The great enemy that our champion the Lord Jesus overcame was the enemy of sin and death. കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും വലിയ വിജയം കൈവരിച്ചത് മരണം എന്ന ശത്രുവിനെ പരാജയപ്പെടുത്തിയാണ്. If you're still in Psalm 68, you can see this in 19 and 20. 68-ാം സങ്കീർത്തനത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണുവാൻ കഴിയും. This is one of the dividing points in the psalm, and this verse comes at the end of one section and the start of another section. ഈ വാക്യങ്ങൾ ഈ 68-ാം സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗത്തിന്റെ അവസാനത്തിൽ വരുന്നു. 20-ാം വാക്യം അടുത്ത ഭാഗം തുടങ്ങുന്നത് 20-ാം വാക്യത്തോടു കൂടിയാണ്. Verse 19 and 20, Blessed be the Lord who daily bears our burden, the God who is our salvation. God is to us a God of deliverances, and to Yahweh the Lord belong escapes from death. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. And while the people are going with the king after his victory, they are singing of his victory over death. വിജയം കൈവരിച്ച ഈ രാജാവിന്റെ കൂടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് എഴുന്നള്ളി പോകുന്നവര് പാടുന്ന പാട്ടിന്റെ പുറകിലുള്ള കാരണം ഈ രാജാവ് മരണത്തെ ജയിച്ചു എന്നുള്ളതാണ്. He has freed us, delivered us from death, and he has conquered death. മരണത്തിൽ നിന്ന് ഉള്ള നീക്കുപോക്കുകൾ നേരിച്ചെന്ന് മാത്രമല്ല, മരണത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തി. This brings us to the next question: how do we participate in this victory? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരുന്നത്, ഈ വിജയത്തിൽ എനിക്കും നിങ്ങൾക്കും എങ്ങനെ പങ്കാളികളാകാൻ കഴിയും? See verse 21. 21-ാം വാക്യത്തിൽ നോക്കുക. This is the summary of this victory. ഈ വിജയത്തിന്റെ ഒരു സംക്ഷിപ്ത രേഖയാണത്. Verse 21 says, Surely God will shatter the head of his enemies, the hairy crown of him who goes on in his guilty deeds. അതെ, ദൈവം തന്റെ ശത്രുക്കളുടെ തലയും തന്റെ അകൃത്യത്തിൽ നടക്കുന്നവന്റെ രോമമുള്ള നിറുകയും തകർത്ത് കളയും.
to the original audience and to us as well, we should hear the echoes of an old promise given by God from the beginning. ഈ ഭാഗം വായിക്കുമ്പോൾ ദൈവം അനേക വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു വാഗ്ദത്തത്തിന്റെ ആ ഒരു മാറ്റൊലി നമ്മുടെ ചെവിയിൽ മുഴങ്ങണം. This victory which the king accomplishes is a victory that was promised from the beginning. ആദ്യം മുതൽ തന്നെ, കാലത്തിന്റെ ആദ്യം മുതൽ തന്നെ നമുക്കായിട്ട് വാഗ്ദത്തം ചെയ്ത ഇങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള വാഗ്ദത്തം ഇവിടെ നിറവേറുകയാണ് ചെയ്യുന്നത്. In fact, the first time this promise was spoken, God spoke it to his enemy, the devil. ആദ്യമായിട്ട് ഈ വാഗ്ദത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദൈവം തൻ്റെ ശത്രുവുമായ പിശാചുമായിട്ടുള്ള സംഭാഷണത്തിലാണ്. He said in Genesis 3:15, I will put enmity between your seed and her seed. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഏദൻ തോട്ടത്തിലെ പശ്ചാത്തലത്തിൽ ദൈവം പിശാചിനോട് പറയുന്നതാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. And speaking of this seed, God says, he will crush your head and you will crush his heel. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് ദൈവം പറയുന്നു. When David is describing the victory that this king is accomplishing, he writes, surely God will shatter the head of his enemies. ആ പശ്ചാത്തലത്തിൽ ആ വാഗ്ദത്തത്തിന്റെ നിറവേറലിലാണ് ഇവിടെ പറയുന്നത്, തീർച്ചയായിട്ടും രോമമുള്ള നെറുകയും നിന്റെ ശത്രുക്കളുടെ തലയും അവൻ തകർക്കും. So this victory from which the Lord Jesus brings his gifts is the victory promised from the beginning, the victory over death. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നമുക്ക് ആത്മീയ ദാനങ്ങളെ നൽകുന്ന ആ വിജയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്നെ വാഗ്ദത്തം ചെയ്തതാണ്. But still the question remains, how do we participate in എന്നാലും ആ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും ഇതിലെന്താണ് പങ്ക്? We don't have the time, but write down Romans chapter 16 verse 20. നമുക്ക് വായിക്കാൻ സമയമില്ല, എന്നാൽ റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കാണുന്നുണ്ട്. Without explanation, you will simply hear these words that say, the God of peace will soon crush Satan under your feet. നിന്റെ കാൽക്കൽ കീഴെ ദൈവം പിശാചിനെ തകർക്കും എന്ന് അവിടെ വ്യക്തമായിട്ട് നിന്റെ കാൽ കീഴാക്കി ചതച്ചു കളയുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. We understand that the Lord Jesus Christ has defeated death. കർത്താവായ യേശു ക്രിസ്തു മരണത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തി എന്ന് നമുക്കറിയാം. But what Paul is writing to the New Testament believers is that God is crushing Satan currently under our feet. എന്നാൽ ഇവിടെ എഴുത്തുകാരൻ പൗലോസ് റോമയിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്നത്, ഈ എഴുതുന്ന സമയത്തും കർത്താവായ യേശു ക്രിസ്തു ആ ശത്രുവിനെ ചവിട്ടി തൻ്റെ കാൽ കീഴാക്കി ചതച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. In one sense, what Paul and David are speaking of when it says you led forth the captives, these are the enemies that have been taken captive. ഇതാ പൗലോസും അതുപോലെ തന്നെ ദാവീദും ഇവിടെ എഴുതുന്ന ഒരു കാര്യമാണ്, ഈ ശത്രുക്കളെ പിടിച്ച് അവരെ കീഴാക്കി അവരുടെ മേൽ ആധിപത്യം നേടിയിരിക്കുകയാണ്. Those who are walking with the kings, they were captives, but he has set them free. രാജാവിന്റെ കൂടെ നടന്നവര് ഈ വിജയത്തിന് തൊട്ട് മുമ്പ് വരെ അവര് ബദ്ധന്മാരായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം But the ലഭിച്ചിരിക്കുകയാണ്. captives that he is leading in the procession are the enemies that he has taken captive. എന്നാൽ അതുപോലെ ഈ പുരുഷാരത്തിന്റെ കൂടെ ഈ വലിയ വിജയഭേരി കൊണ്ട് നടക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ബദ്ധന്മാരാണ്, ശത്രുക്കളായവരെ പിടിച്ചുകൊണ്ടാണ് കർത്താവ് മുമ്പോട്ട് നടക്കുന്നത്. So I want you to make this connection concerning our spiritual gifts. നമ്മുടെ ആത്മീക വരങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തിൽ ഇത് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. There are many individuals and realities that are currently the enemies of God. ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അനേക യാഥാർത്ഥ്യങ്ങളും അനേക വ്യക്തികളും ഇന്ന് ലോകത്തുണ്ട്. God gives us spiritual gifts in order to take captive those things which are in rebellion to God. ദൈവം നമുക്ക് ആത്മീക വരങ്ങളെ തരുന്നതിന്റെ ഉദ്ദേശം ദൈവത്തിനും കർത്താവിനും എതിരെ നിൽക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളെയും ഈ വ്യക്തികളെയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. And so when God gives a spiritual gift of administration, it is because that is meant to bind the enemy of disorder. അതുകൊണ്ട് ദൈവം ഒരു വ്യക്തിക്ക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം എന്നുള്ള ആ ഒരു ആത്മീക വരം നൽകുന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം
ഈ എതിരാളിയായ ശത്രുവിനെ പരിപൂർണമായിട്ട് ബന്ധിക്കുവാനും പരാജയപ്പെടുത്തുവാനുമാണ്. Every such gift given by God is to take something that is in rebellion captive for God. ദൈവം നൽകുന്ന ഏത് ആത്മീക വരത്തെ എടുത്താലും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തോട് മത്സരിച്ച് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും ആ വ്യക്തികളെയും ദൈവത്തിന് വേണ്ടി പ്രയോജനമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വേണ്ടി മാത്രമാണ്. One final question. അവസാനമായി ഒരു ചോദ്യം ചോദിക്കട്ടെ. We've been saying concerning the children of Israel how important it is to identify the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കളുടെ അവരുടെ കാലഘട്ടത്തിൽ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. The Lord Jesus said to his disciples, I am going away. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ്. So in what sense do we have the presence of God? അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ വിട്ടു പോവുകയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും? And I know you all are excellent Bible students. You know we have the indwelling Holy Spirit. ദൈവവചനം നന്നായിട്ട് വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. Just one verse to make this fully clear is 1 Corinthians chapter 6. ഒരു കാര്യം ഈ സത്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This is verse 19. Paul writes, "Do you not know that your body is a temple of the Holy Spirit who is in you?" ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? The grammar here is very specific. ഇവിടെയുള്ള വ്യാകരണം വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. When he says your body, നിങ്ങളുടെ ശരീരം എന്നിവിടെ വിശേഷിപ്പിക്കുമ്പോൾ the your is plural. അവിടെ നിങ്ങൾ എന്ന് പറയുന്നത് അവിടെ ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Body is singular. ശരീരം എന്നുള്ളത് ഏകവചനത്തിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. It is true that the Holy Spirit indwells each one of us. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളത് സത്യമാണ്. But Paul writes, don't you know that the body of you all is a temple of the Holy Spirit? എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ ചേരുന്ന ആ ശരീരം എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന സ്ഥലമല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? It is in the bringing together of the local church that the temple of the Lord functions in the present age. ക്രൈസ്തവ സഭ ഒന്നിച്ച് കൂടി വരുമ്പോഴാണ് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നത്. In Psalm 68, the king gives the gifts when the congregation is gathered. 68-ാം സങ്കീർത്തനത്തിലെ രാജാവ് ഈ ആത്മീക ദാനങ്ങളെ കൊടുക്കുന്നത് അവരെല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടമായി തീരുമ്പോഴാണ്. In the New Testament, our gifts are given for the collective body. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീക വരങ്ങളെ നൽകിയിരിക്കുന്നത് സഭയാകുന്ന ആ ഒരു ശരീരത്തിന് വേണ്ടിയാണ്. It is why there is no legitimate use of a spiritual gift for oneself. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തി എനിക്ക് എൻ്റെ പ്രയോജനത്തിന് മാത്രമുള്ള ഒരു ആത്മീക വരം എന്നുള്ള ഒരു കാര്യമില്ല. You cannot receive the gift of administration and use it for your personal business finances. നന്നായിട്ട് ഭരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആ ആത്മീക വരം കിട്ടി ആ വ്യക്തിയുടെ സ്വന്തമായ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. Everything the Lord has given us is used in its proper context of the local church. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും വരങ്ങളും സ്ഥലം സഭയുടെ ക്രൈസ്തവ സഭയുടെ മൊത്തമായ അനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കണം. Does it mean those abilities disappear if we go somewhere else? നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാൽ ഈ ഉത്തരവാദിത്വങ്ങളും ഈ കഴിവുകളൊക്കെ നഷ്ടമാകുമെന്ന് അതിന് അർത്ഥമുണ്ടോ? No, it doesn't. ഒരിക്കലുമില്ല. But the point is, if you do not know how they are supposed to function in the church, then you have not understood the purpose for what God has given. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സഭയിൽ മൊത്തമായി ശരീരമാകുന്ന ആ സഭയിൽ പ്രാവർത്തികമാകുന്നതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. And so here
I want to conclude our time with a consideration in picture from two passages. രണ്ട് വേദഭാഗങ്ങളുടെ നിന്ന് ഒരു ചിത്രം കൂടെ ഇവിടെ എടുത്തു കാണിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. One quickly is David's victory over his enemies. ദാവീദ് തന്റെ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിച്ച ആ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കേണ്ടത് This ആവശ്യമാണ്. is 1 Samuel chapter 30. ഇത് 1 ശമൂവേൽ 30-ാം അധ്യായത്തിലാണ് കാണുന്നത്. And I think you all are understanding these ideas, so we'll go this passage quickly. ഞാൻ ഈ പറയുന്ന ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് വളരെ വേഗം ഈ അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകട്ടെ. At this time, David is fleeing from Saul. ശൗലിൽ നിന്ന് ഭയന്ന് ദാവീദ് ഓടിപ്പോകുന്ന രംഗമാണിത്. And as he's in the foreign place, there are many who have come to him. അവിടെ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് ദാവീദ് എന്ന സമയത്ത് അനേകർ ദാവീദിന്റെ ചുറ്റും വരുന്നുണ്ട്. The poor and the needy, it says, came to David in his rejection. ദാവീദ് ശൗലിൽ നിന്ന് ഭയന്ന് ഓടിയ സമയത്ത് അനേക ആ നിസ്സഹായരായ ആളുകള്, വളരെ ദരിദ്രരായ ആളുകള് സഹായത്തിന് വേണ്ടി തന്റെ അടുത്തേക്ക് വന്നെന്ന് നമ്മൾ വായിക്കുന്നു. And David is now fighting battles for an enemy king. എന്നാൽ ദാവീദോ ഈ സമയത്ത് ദാവീദിന്റെ ശത്രു സാധാരണക്കാരനല്ല, ഒരു രാജാവാണ്. And he's left his people behind while he's gone off to battle. യുദ്ധത്തിലേക്ക് താൻ മുമ്പോട്ട് പോയപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇട്ടിട്ടാണ് പോയത്. 1 Samuel chapter 30, beginning at verse 1, it says, when David returned, it says the Amalekites had made a raid and had overthrown Ziklag, that's the city, and burned it with fire. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. And it says two times, in verse 2 and verse 3, they took captive the women and the children, all who were in it, both great and small, they had been taken captive. അവിടെയുള്ളവര് ചെറിയവരെയും സ്ത്രീകളെയും കൊണ്ടുപോയി എന്ന് 2 പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. And this idea of David bringing deliverance to those who have been taken captive is important for us. ദാവീദ് നമ്മൾ ഈ വിഷയം ചിന്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബദ്ധന്മാര് ദാവീദിന്റെ അടുത്ത് സഹായത്തിന് വരുന്നു. ദാവീദ് അവരെ അവിടുന്ന് രക്ഷിക്കുന്നതും മനസ്സിൽ കുറിച്ചിടേണ്ടത് ആവശ്യമാണ്. For your notes, please write down Genesis 14, where we see a very similar story. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലും ഇതിന് സമാന്തരമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. It is when Lot is taken captive and Abram rides to deliver him. ലോത്തിനെ അവിടെ പിടിച്ചടക്കുമ്പോൾ എടുത്തു കഴിയുമ്പോൾ കീഴടക്കി കൊണ്ടുപോകുമ്പോൾ ലോത്തിനെ വിടുവിക്കുന്നതിനായിട്ട് അബ്രഹാം അവിടെ ചെല്ലുന്ന ചിത്രം നമ്മൾ കാണുന്നു. And in both stories we see a mighty deliverer delivering one of his own from captivity. 2 സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു രക്ഷകൻ ആരെയാണോ പിടിക്കപ്പെട്ടത് ആ പിടിക്കപ്പെട്ട വ്യക്തിയുമായിട്ട് ബന്ധമുള്ള ഒരു രക്ഷകൻ അവിടെ വന്ന് അവരെ രക്ഷിക്കുന്നത് കാണുന്നു. 1 Samuel chapter 30 verse 16, we see what David sees when he arrives at the enemy. 1 ശമൂവേൽ 30:16 ദാവീദ് അവിടെ വരുമ്പോൾ ശത്രുക്കളെ നോക്കുമ്പോൾ എന്താണ് താൻ കണ്ടതെന്ന് അവിടെ വായിക്കുന്നുണ്ട്. It says, when he had brought him down, behold, they were spread over the land, eating and drinking and dancing because of the great spoil they had taken from the land of the Philistines and from the land of Judah. ഭൂതലത്തിലെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫെലിസ്ത്യ ദേശത്തുനിന്നും യഹൂദാ ദേശത്തുനിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ള നിമിത്തം ഉത്സവം ആഘോഷിക്കുന്നത് ചെയ്യുന്നതും കണ്ടു. Here the enemies of God's people are celebrating the great defeat that they've given to David and his people. ദാവീദിനും ദാവീദിന്റെ ആളുകൾക്കും ദൈവജനത്തെ പരാജയപ്പെടുത്തി എന്നുള്ള ആ ഒരു സംഭവം അവർ ആഘോഷിക്കുകയാണ് ഈ ശത്രുക്കൾ ഇവിടെ ചെയ്യുന്നത്. And notice at this time even the Philistines could not withstand this army. നമുക്കറിയാം ഫെലിസ്ത്യർക്ക് പോലും ഈ പടയെ അവർക്ക് നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. But David and his men go forth. In verse 17 it says he slaughtered them from twilight until the evening of the next day. ഈ സാഹചര്യത്തിൽ ദാവീദും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അന്ന് സന്ധ്യ മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ എല്ലാവരെയും സംഹരിച്ച് കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നു. The defeat of these enemies is greater than any victories the enemies had previously had. ഇതുവരെ ഈ ശത്രുക്കൾ ജയിച്ചു ആഘോഷിച്ചു നടന്ന അതിനേക്കാൾ ഒക്കെ പ്രാധാന്യം നിറഞ്ഞാണ് ദാവീദും ആളുകളും ചെന്ന് ഈ ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുന്നത്. This is exactly what we see
in the victory of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിജയത്തിലും ഈ കാര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. Sometimes we don't see it immediately in our own lives. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പെട്ടെന്ന് നോക്കിയാൽ ഈ കാര്യങ്ങളൊന്നും കാണുവാൻ സാധ്യമായിരിക്കില്ല. But I want you to consider the fullness of the victory of Christ. എന്നാൽ കർത്താവ് യേശുക്രിസ്തു കൈവരിച്ച ആ വിജയം അതിന്റെ പൂർണ്ണതയിൽ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. When Christ redeemed us, it കർത്താവായ was an incredible victory. കർത്താവായ യേശുക്രിസ്തു കൈവരിച്ച ആ വലിയ വിജയത്തിലൂടെ നമ്മളെ താൻ വീണ്ടെടുത്തപ്പോൾ Every former humiliation we received has been overcome in the victory of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിജയത്തിലൂടെ അതിനു നമുക്കുണ്ടായിരുന്ന എല്ലാ പരാജയങ്ങളും എല്ലാ തോൽവിയെയും കർത്താവ് അതിജീവിച്ചു നമ്മളെ ആ മറ്റൊരു അനുഗ്രഹത്തിന്റെ പന്ഥാവിലേക്ക് കൊണ്ടുവന്നു. There are many of us, I would say all of us, who have incredibly humiliating sins. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ലജ്ജ തോന്നുന്ന പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. We have suffered great defeats at the hand of sin. ആ പാപത്തിന്റെ ആ പിടിയിൽ നിന്ന് വലിയ പരാജയങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. Certain times we see the effects of sin celebrating over against us. എന്ന് മാത്രമല്ല ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പാപങ്ങൾ മുഖാന്തരമുണ്ടായ ആ ഭവിഷ്യത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണുവാൻ കഴിയും. But when the Lord Jesus arrives, he delivers a defeat greater than any we have faced. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവായ യേശുക്രിസ്തു വിജയാളിയായിട്ട് വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണ മോചനമാണ് നമുക്ക് നൽകിയത്. Everything we lost has been redeemed by the Lord Jesus Christ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടുവോ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് യേശുക്രിസ്തു നമുക്കായിട്ട് വീണ്ടെടുത്ത് തന്നു. In an upcoming session, we will make consideration of who received the gifts from David's victory. ദാവീദ് രാജാവിന്റെ ഈ വിജയത്തിലൂടെ ആർക്കൊക്കെയാണ് കാഴ്ചയായിട്ടും ദാനങ്ങളായിട്ടും കിട്ടിയെന്നുള്ളത് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം. As you study for next week, look at what David's men wanted to do with the spoil. ഇനി നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഈ കൊള്ള മുതല് എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. And take note of what David said must be done with these spoils. ഈ കൊള്ള മുതൽ കൊണ്ട് നമ്മൾ എന്താണ് തീർച്ചയായിട്ടും ചെയ്യേണ്ടതെന്ന് ദാവീദ് അവരോട് പറഞ്ഞ വാക്കുകളും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. Next week we'll say more. അടുത്ത ആഴ്ച കൂടുതലായിട്ട് ഈ ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. One more story will conclude. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 Kings chapter 6 and 7 we see another story. ആ 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ മറ്റൊരു സംഭവം നമ്മൾ കാണുന്നു. This is another dark period of Israel's history. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വളരെ അന്ധകാരം നിറഞ്ഞ ഒരു കറുത്ത കാലഘട്ടമാണ് ഇതും. In chapter 6 verse 25 we read there is a great famine. അവിടെ 6-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ കാണുന്നത് അവിടെ ഒരു മഹാക്ഷാമം ദേശത്തുണ്ടായി എന്നാണ്. Here the Arameans had surrounded Samaria and there was also a famine. ഇവിടെ അരാമ്യർ വന്ന് ശമര്യയെ മൊത്തം വളഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായി. And the conditions were so bad, the author includes for us the price of certain commodities. അവിടെ ക്ഷാമം വളരെ കഠിനമാണ് എന്ന് മാത്രമല്ല എഴുത്തുകാരൻ ഇവിടെ ചില സാധനങ്ങളുടെ വില അവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. It says a donkey's head was sold for 80 shekels of silver. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശ്. And it says a fourth of a cob of dove's dung for 5 shekels. കാൽ കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. These are not things that we are normally interested in purchasing. ഈ കാര്യങ്ങൾ ഞാനും നിങ്ങളും സാധാരണഗതിയിൽ വാങ്ങിക്കുന്ന ഐറ്റംസ് അല്ല. But these are incredibly high prices for ordinarily worthless items. ഇത് സാധാരണ നമുക്ക് യാതൊരു വിലയും ഇല്ലാത്ത ഈ കാര്യങ്ങൾക്ക് വളരെയധികം വില വർദ്ധിച്ച് നിന്ന ഒരു സമയമാണ് ഈ ക്ഷാമം നടക്കുന്ന സമയം. This is pounds of silver somebody is giving to purchase a donkey's head. You can't eat a
a donkey's head. ഒരു കഴുതത്തലയ്ക്ക് വളരെയധികം വെള്ളിക്കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണ്. കഴുതയുടെ തല നമുക്ക് പാകം ചെയ്ത് കഴിക്കുവാൻ കഴിയില്ല. But this is the desperate condition of the people of Samaria at this time. അത്രമാത്രം ശോചനീയമായ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ആ ദേശം പോയിക്കൊണ്ടിരുന്നത്. Now the purpose of our story is that God arrives in a great deliverance and provision. എന്നാൽ ഇങ്ങനെയുള്ള ഈ മഹാക്ഷാമത്തിന്റെ മധ്യത്തിലും വലിയ ഒരു വിടുതലുമായിട്ട് ദൈവം അവിടെ പ്രത്യക്ഷനാകുന്നു. Chapter 7 begins with Elisha saying what will be true about the prices tomorrow. നാളത്തെ കാര്യത്തെക്കുറിച്ച് എലീശ പറയുന്നു. സാധനങ്ങളുടെ വില എത്രമാത്രമായിരിക്കുമെന്ന് എലീശ പറയുന്നു. 7 verse 1 he says, about this time a measure of fine flour will be sold for a shekel and 2 measures of barley for a shekel. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശെക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശെക്കേലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. The condition was lots of money for worthless items will be changed into just change for incredibly luxurious items. മഹാക്ഷാമ സമയത്ത് വളരെയധികം പൈസ കൊടുത്ത് ഒരു പ്രയോജനമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുക. അതിൽ നിന്ന് ദൈവം അവിടെ വന്നു കഴിയുമ്പോൾ ഇതാ സാധനങ്ങൾ വളരെ സുലഭമായിരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. And I want you to understand the giving of spiritual gifts causes this much of a change in our lives. ആത്മീക വരങ്ങളെ ദൈവം നമുക്ക് നൽകുമ്പോൾ ഇപ്രകാരമുള്ള വലിയ ഒരു രൂപാന്തരം, വലിയ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. The gifts and provision God has given to us, his people, causes a drastic difference in the quality of our living. ദൈവം നമുക്ക് തൻ്റെ ആത്മീക ദാനങ്ങളെയും വരങ്ങളെയും നൽകുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന് മൊത്തമായിട്ട് വലിയ വ്യതിയാനം, വലിയ രൂപാന്തരത്തിന് കാരണമാകും. There was an unbelieving official there who says, even if God opened the heavens, how could something like this happen? അവരുടെ ആ സമയത്തുള്ള അകമ്പടി നായകൻ പറയുന്നുണ്ടായിരുന്നു, ദൈവം ഇനി ആകാശം തുറന്നു തന്നാലും എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് സാധനങ്ങൾ കിട്ടുവാൻ തുടങ്ങുന്നത്? And you'll forgive me for taking just the extra time to point out at the end of the story, this man sees these things and does not enjoy any of the benefit of these things. എന്നാൽ ഈ സംഭവത്തിന്റെ അവസാനം വരുന്ന ഇത് ആദ്യം ഇങ്ങനെ പറഞ്ഞ ഈ അകമ്പടി നായകൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഈ വലിയ രൂപാന്തരം കണ്ടു, പക്ഷേ അതിൻ്റെ ഒരു ഫലവും തനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. This man represents the one who does not understand the value of God's spiritual gifts. ദൈവം നൽകുന്ന ആത്മീക വരങ്ങളുടെ ദാനങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ ഗുണവും പ്രയോജനവും മനസ്സിലാകാത്ത ഏതൊരു വ്യക്തിയെയും ഈ അകമ്പടി നായകനുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. Elisha is speaking of what God is capable of giving us through his provision. ദൈവം തൻ്റെ കഴിവിലൂടെ തൻ്റെ പരമാധികാരത്തിലൂടെ എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുമെന്ന് എലീശ ഇവിടെ ഓർപ്പിക്കുകയാണ്. The believer in our midst that fails to understand the value of God's gift is as much of a fool as this man. എന്നാൽ ദൈവജനത്തിന്റെ മധ്യത്തിൽ ദൈവം നൽകുന്ന ആത്മീക ദാനങ്ങളുടെ പ്രയോജനം മനസ്സിലാകാതിരിക്കുന്ന വ്യക്തി ഇതുപോലെയുള്ള ഈ അകമ്പടി നായകനെ പോലെ മൂഢനായി തീരുന്ന ഒരു വ്യക്തിയാണ്. If you do not understand the value of what God has given you, you will spend all your attention and resources on the worthless things of the world. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളുടെയും വരങ്ങളുടെയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിലയും മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ യാതൊരു വിലയുമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നാം പോകേണ്ടി വരും. Instead of being like this fool, look at the 4 men in verse 3. 3-ാം അധ്യായത്തിൽ ഈ അകമ്പടി നായകനെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 3-ാം വാക്യത്തിൽ 4 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ. Who are these 4? ആരാണ് ഈ 4 ആളുകൾ? Mine says there were 4 leprous men. അവർ 4 കുഷ്ഠരോഗികളായ പുരുഷന്മാരായിരുന്നു. There were not many of them. അവർ അധികം പേരൊന്നും ഇല്ല, 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. They were not nobility. അവർ വലിയ ഉന്നത കുലജാതരൊന്നും അല്ലായിരുന്നു. They were those who were in a horrible condition. വളരെയധികം ശോചനീയ ദയനീയമായ അവസ്ഥയിൽ കഴിഞ്ഞവരാണ്. But they represent for us those who rightly receive God's blessing. എന്നാൽ ഇവര് പ്രതിനിധാനം ചെയ്യുന്നത് ദൈവസന്നിധിയിൽ നിന്ന് ആത്മീക അനുഗ്രഹങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നവരെയാണ്. I wrote down this. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നോട്ടുകളിൽ എഴുതിയത്. God is not looking for many mighty men.
He is looking for a few faithful followers. ദൈവം നോക്കുന്നത് വലിയ ബലശാലികൾ, വളരെ കഴിവുള്ള പ്രതിഭാശാലികളുള്ള അനേകരെയല്ല, മറിച്ച് ദൈവം നോക്കുന്നത് വളരെ ചുരുക്കം വിശ്വസ്തരായ അനുഗാമികളെയാണ്. In order to be used of God in the church, you do not have to be mighty. ഒരു സഭയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ വലിയ പ്രതിഭാശാലിയൊന്നും ആകേണ്ട കാര്യമില്ല. There do not need to be a great number of you. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളുടെ വലിയ ഒരു സംഖ്യയും സഭയിൽ ആവശ്യമില്ല. You do not need to come bringing anything of your own for God to use. നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ എന്തെങ്കിലും ഇട്ട് ദൈവത്തെ ഉപയോഗിച്ചോട്ടെ എന്ന് പറയേണ്ട ആവശ്യവും അവിടെ ഇല്ല. God can take the most worthless individuals and make them fit for his purposes. ഏറ്റവും വില കുറഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തിയെ പോലും ദൈവത്തിന് എടുത്ത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഭയിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. And we can understand that sometimes we don't immediately understand these things. ഈ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. Even these 4 men, when they found the provision of all of these supplies, began to receive for themselves. ഇത്രയും വിഭവങ്ങൾ, ഈ 4 കുഷ്ഠരോഗികളായ ആളുകൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ഒരുപക്ഷെ പെട്ടെന്ന് അവർക്ക് ഇത് മനസ്സിലായി കാണില്ല. And I trust you know the story well. Yeah, I trust you know this story. The details are the enemies of God flee because God sends them the sound of chariots and horses. കുതിരകളുടെയും അതുപോലെ കുതിരപ്പടകളുടെ രഥങ്ങളുടെ ശബ്ദം ഈ ശത്രുക്കളുടെ ചെവികളിലേക്ക് ദൈവം എത്തിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവർ പേടിച്ച് തോറ്റോടിപ്പോകുന്നതായിട്ടാണ് ഈ അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. Israel does not have the resources to defeat this enemy. ഈ ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ള യാതൊരു യുദ്ധസാമഗ്രികളും ഇസ്രായേലിന്റെ കയ്യിലില്ല. We do not have the capability of accomplishing the victories God calls us to. ദൈവം നമ്മളെ ഏതൊക്കെ വിജയത്തിന് വേണ്ടി വിളിച്ചോ ആ വിജയങ്ങളൊക്കെ കൈവരിക്കുന്നതിന് ആവശ്യമായ യാതൊരു വിഭവങ്ങളും നമ്മുടെ കയ്യിലില്ലായിരിക്കാം. When we look at challenges as a church, we should not ask, can we overcome this challenge? വെല്ലുവിളികളെ നോക്കുമ്പോൾ, സഭ നോക്കുമ്പോൾ, അയ്യോ ഒരു സഭയായ ഞങ്ങൾക്ക്, ചെറിയ സഭയായ ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെ തരണം ചെയ്യാം എന്നുള്ള ചോദ്യമല്ല ചോദിക്കേണ്ടത്. What is the sound they are hearing? എന്താണ് ഇവിടെയുള്ള ശത്രുക്കൾ കേൾക്കുന്ന ശബ്ദം? It is the sound of what the psalmist in Psalm 68 is saying. 68-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞ അതേ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. The king in Psalm 68 is arriving with myriads of chariots, it says. 1000 കോടാനുകോടി രഥങ്ങളുമായിട്ടാണ് വിജയം കൈവരിച്ച ഈ രാജാവ് വിശുദ്ധ മന്ദിരത്തിലേക്ക് എഴുന്നള്ളുന്നത്. That's Psalm 68:17. 17-ാം വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. And so what we understand is God calls us to use our spiritual gifts. He will send his victory ahead of us. ദൈവം നമ്മളിലൂടെ തൻ്റെ ആത്മീക ദാനങ്ങളെ ഉപയോഗിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ആ ആത്മീക ദാനങ്ങളെ ഉപയോഗിക്കുവാനുള്ള ആ വിജയം, അതിനുള്ള ശക്തിയെല്ലാം ദൈവം ആദ്യം തന്നെ അതിൻ്റെ കൂടെ നൽകും. The last thought here, look at verse 8. 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, 2 രാജാക്കന്മാർ 7:8. It says, when they came to the outskirts of the camp, they entered one tent and ate and drank and carried from their silver and gold and clothes and went and hid them. ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. Do these 3 words remind you of something? ഈ കാര്യങ്ങൾ, ഈ മൂന്ന് വാക്കുകൾ നിങ്ങളെ മറ്റെന്തെങ്കിലും സംഭവത്തെ ഓർപ്പിക്കുന്നുണ്ടോ? Silver and gold and clothes is exactly what the children of Israel plundered from the Egyptians when they led out in deliverance. അവര് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവര് നേടിയെടുത്ത കാര്യങ്ങൾ ഇത് തന്നെയാണ്, വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും. What we see is God's provision is the result of the victory he has already won. ദൈവം കൈവരിച്ച വിജയത്തിന്റെ ഒരു കോൺസിക്വൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആന്തരിക ഫലമാണ് ദൈവം നൽകിയിരിക്കുന്ന ഈ വിഭവങ്ങൾ എല്ലാം. So consider this as a final application. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രായോഗികമാക്കുവാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയട്ടെ. Failure to use the gifts God has given us is an expression of our disbelief
in the victory he has already won. ദൈവം നമുക്ക് നൽകിയ ആത്മീക ദാനങ്ങളെയും വരങ്ങളെയും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കൈവരിച്ചിരിക്കുന്ന വിജയത്തിന് യാതൊരു സാധുതയും ഇല്ല എന്നാണ്. The Lord Jesus has given us a great victory to go before us in the work he has called us to. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ഏത് ദൗത്യമാണോ ആ ദൗത്യത്തിന് മുമ്പിൽ ദൈവം തൻ്റെ വിജയത്തിലൂടെ നമുക്ക് വേണ്ടിയ സകല വിഭവങ്ങളെയും സമൃദ്ധിയായിട്ട് നൽകിയിരിക്കുകയാണ്. When the lepers went and told all the people went out in verse 16. They went out and plundered the camp of the Arameans. ഈ കുഷ്ഠരോഗികൾ പുറത്തു പോയി ബാക്കിയുള്ളവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴുള്ള ഈ അരാമ്യർ ഇട്ടിട്ട് പോയി ഈ കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ട് ഓടി അവർ ഇട്ടിട്ട് പോയി ഈ കാര്യങ്ങളെല്ലാം വന്ന് അവർ കളക്ട് ചെയ്തു. So, brothers and sisters, when we face challenges as a congregation, we should not be discouraged. അതുകൊണ്ട് നമ്മൾ സഭയായിട്ട് ചില വെല്ലുവിളികളും ചില നിരാശ ഉണ്ടാക്കുന്ന സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. Challenges are not standing in the way of accomplishing God's will for us. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നതിന് ഈ വെല്ലുവിളികളൊന്നും ഒരു തടസ്സമല്ല. God sends us challenges so that we can demonstrate the goodness of the gifts he has given to us. ദൈവം നമുക്ക് വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതിനോടൊപ്പം തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക ദാനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. Even our greatest obstacles are hand selected by the one who loves us. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്ന തടസ്സങ്ങൾ പോലും ദൈവം നമുക്കായിട്ട് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തടസ്സങ്ങളാണ്. And so our consideration for the foundations of spiritual gifts is that Christ has gone ahead of us in victory. ആത്മീക വരങ്ങളെക്കുറിച്ച് ആത്മീക ദാനത്തെക്കുറിച്ച് നമ്മൾ തുറന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജാവായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മുമ്പേ പോയി സകലത്തിന്മേലും വിജയം കൈവരിച്ചിരിക്കുകയാണ്. Christ has defeated our enemies. നമ്മുടെ ശത്രുക്കളെ എല്ലാം കർത്താവ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. He gives us gifts so that we might go forth and spread this victory. നമുക്ക് ആത്മീയ ദാനങ്ങളെ ദൈവം കർത്താവ് തന്നിരിക്കുന്നത് കർത്താവ് കൈവരിച്ച മരണത്തിന്മേൽ താൻ കൈവരിച്ച വിജയം മറ്റുള്ളവരുടെ ഇടയിലും പ്രസിദ്ധമാക്കുന്നതിന് വേണ്ടിയാണ്. So let's join with the Lord in fighting using the gifts he has given us. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീക ദാനങ്ങളെയും വരങ്ങളെയും ഉപയോഗിക്കുന്നതിന് വേണ്ടി കർത്താവിനോടുകൂടെ ആ യുദ്ധത്തിലും ആ യാത്രയിലും നമുക്കും പങ്കുചേരാം. Close in a word of prayer. Father, we thank you for the things that we see here, that it is not us or our abilities or our power or might which accomplishes the work that you have left to us. We thank you that the Lord Jesus, mighty, strong, a champion for us, has accomplished these things. So, Father, when we go from this place, help us not to cower when we see the enemies. Help us not to grow discouraged when we see the celebration of this world in rebellion against God, but help us to keep our eyes fixed on the Lord Jesus Christ, who has accomplished a great victory and has given us already the spoils of war. And help us to use these things for the good of one another, knowing that we are being built up to the fullness of the measure of the Lord Jesus Christ. We commit ourselves to you for these things in the days to come. Help us, we pray, in the mighty name of the Lord Jesus Christ. Amen.